നമസ്കാരം. പുതിയൊരു മൾട്ടിബാഗർ സ്റ്റോക്ക് ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈയിടെയായി നമ്മുടെ ഡിസ്കഷൻസ് എല്ലാം പുതിയ പുതിയ സെക്ടറുകളെ പറ്റിയാണല്ലേ. ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും നമ്മൾ സോണ കോംസ്റ്റാർ ഡിസ്കസ് ചെയ്തു, ലോജിസ്റ്റിക്സിൽ നിന്നും നവകർ കോർപ്പറേഷൻ ഡിസ്കസ് ചെയ്തു, ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ നിന്നും ജൂപ്പിറ്റർ വാഗൻസ് ഡിസ്കസ് ചെയ്തു, വിൻഡ് എനർജിയിൽ നിന്നും അയണോക്സ് ഡിസ്കസ് ചെയ്തു. ഈ സ്റ്റോക്കുകളുടെ കൂട്ടത്തിലേക്ക് പുതിയൊരു സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്ക് കൂടി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും അത്ര സുഖിക്കാത്ത ഒരു സെക്ടറാണ്. ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നുള്ള ഒരു തീം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ തീമിൽ നിന്നുള്ള ഒരു സ്റ്റോക്കും നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ചാനലിന്റെ പ്രേക്ഷകരിൽ മലയാളികൾ മാത്രമല്ല ഉള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. മിക്കവാറും എല്ലാ വീഡിയോകളുടെയും കമന്റുകളിൽ ഈ വീഡിയോയ്ക്ക് ഒരു ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ കൊടുക്കാമോ, ഇംഗ്ലീഷിൽ ഒരു വീഡിയോ ചെയ്യാമോ എന്നെല്ലാം ചോദിച്ച് നിരവധി ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ പുതിയ ഒരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. മൾട്ടി ബാഗർ സ്റ്റോറീസ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകൾ കാണാവുന്നതാണ്. പുതിയൊരു ചാനലാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാനൊരു ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് അഡ്വൈസർ ആണ്. അഗ്രസീവ് ആയിട്ടുള്ള ഒരു ലോങ് ടൈം പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യുന്നതിനും പുതിയ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നതിനും ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല, നിരവധി വ്യൂവേഴ്സ് പറയുന്ന കാര്യമാണ്, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഇതിനെപ്പറ്റി ഒരു പിടിയുമില്ല. അങ്ങനെ മ്യൂച്വൽ ഫണ്ടുകളിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കായി ഒരു ഓൺലൈൻ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. എന്റെ നമ്പറിൽ വാട്സാപ്പ് അയച്ചാൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. തികച്ചും സൗജന്യമായിരിക്കും ഈ സെമിനാർ എന്ന് അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടെക്സ്റ്റൈൽ സെക്ടറിനെ പറ്റി കുറച്ചു കാലം മുന്നേ വരെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു പിക്ചർ ഞാൻ പറയാം. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എന്നെനിക്കറിയില്ല. മരങ്ങളിൽ നിന്നും കോട്ടൺ കളക്ട് ചെയ്യുന്നു, ആ കോട്ടൺ നൂലാക്കുന്നു, ആ നൂല് കൊണ്ട് തുണി ഉണ്ടാക്കുന്നു, അതിന് ഡിസൈനും കളറും ഒക്കെ കൊടുത്ത് ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നു. അത് ഡൊമസ്റ്റിക് യൂസിനും എക്സ്പോർട്ടിങ്ങിനുമായി ഉപയോഗിക്കുന്നു. ഇതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് വളരെ അവിചാരിതമായി എൻ്റെ മുന്നിൽ വന്ന് പെട്ടതാണ്. കൂടുതൽ അറിഞ്ഞപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോക്ക് ആയിട്ട് തോന്നി. ആദ്യം നമുക്ക് ടെക്സ്റ്റൈൽ സെക്ടറിലെ ഈ തീമിനെ പറ്റി പറയാം. മാൻമെയ്ഡ് ഫൈബേഴ്സ് അഥവാ MMF എന്നതാണ് ഈ തീം. MMFനെ പറ്റി ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ എക്കണോമിയുടെ ഏറ്റവും പഴക്കമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇന്ത്യയുടെ GDP-യിൽ മാത്രമല്ല, ഇന്ത്യക്ക് വിദേശ നാണ്യം നേടിത്തരുന്നതിലും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇന്ത്യയുടെ GDP-യുടെ 2.3% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ 13% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. 12% എക്സ്പോർട്ടും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ഇതൊക്കെ കണ്ടപ്പോഴാണ് വിട്ടുകളയാൻ പാടില്ലാത്തൊരു സെക്ടറായി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എനിക്ക് തോന്നിയത്. 45 മില്യൺ ആളുകൾക്കാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നേരിട്ട് തൊഴിൽ കൊടുക്കുന്നത്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കീ കോമ്പണന്റുകൾ എന്ന് പറയുന്നത് കോട്ടൺ, ജൂട്ട്, സിൽക്ക്, വൂൾ എന്നിവ മാത്രമല്ല, മനുഷ്യനിർമ്മിത ഫൈബറുകളായ പോളിയസ്റ്റർ, നൈലോൺ എന്നിവയുമാണ്. ഈ മനുഷ്യനിർമ്മിതമായ ഫൈബറുകളാണ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന MMF അഥവാ മാൻമെയ്ഡ് ഫൈബേഴ്സ്. ഡാറ്റകൾ പ്രകാരം സമീപകാലത്തായി ഗ്ലോബൽ ടെക്സ്റ്റൈൽ രംഗത്തെ ട്രെൻഡ് കോട്ടണിൽ നിന്നും മാൻമെയ്ഡ് ഫൈബറുകളിലേക്ക് മാറി തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഗ്ലോബലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫൈബറുകളിൽ 70% മാൻമെയ്ഡ് ഫൈബറും അതിൽ തന്നെ ഭൂരിഭാഗവും പോളിസ്റ്ററുമാണെന്ന് കണക്കുകൾ പറയുന്നു. ഗ്ലോബൽ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ട്രെൻഡ് ചേഞ്ചിലേക്ക് ഇന്ത്യയും മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഗവൺമെന്റും ഈ മാൻമെയ്ഡ് ഫൈബർ സെക്ടറിന്റെ വളർച്ചയ്ക്ക് കാര്യമായ സപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ഇന്ത്യയെ ഒരു MMF ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് ഹബ് ആക്കി മാറ്റുന്നതിനായി സർക്കാർ നിരവധി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകളും മെഗാ ഇൻവെസ്റ്റ്മെന്റ് ടെക്സ്റ്റൈൽ പാർക്കുകളും നാഷണൽ ടെക്സ്റ്റൈൽ മിഷൻ എന്നിങ്ങനെയുള്ള പദ്ധതികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മാൻമെയ്ഡ് ഫൈബറുകളിൽ ഒന്നായ പോളിസ്റ്ററിന്റെ ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി സംസാരിക്കാം. ഇന്ത്യയിലെ മാൻമെയ്ഡ് ഫൈബർ ഇൻഡസ്ട്രി, MMF ഇൻഡസ്ട്രി വളരെ വേഗത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ഫൈബറുകളുടെ, അതായത് പോളിസ്റ്ററിന്റെയും നൈലോണിന്റെയും ആദ്യ രൂപമായ ഫൈബറുകൾ ഉണ്ടാക്കുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാൻമെയ്ഡ് ഫൈബറുകളുടെ 94% പോളിസ്റ്റർ ഫൈബറുകളാണ്. ബാക്കിയുള്ളതിൽ 16% സെല്ലുലോസിൽ നിന്നും ഉണ്ടാക്കുന്ന വിസ്കോസ് എന്ന ഫൈബറാണ്. ഇനി നമ്മുടെ ആകെ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിൽ 17% പോളിസ്റ്റർ തുണിത്തരങ്ങളാണ്. MMF തുണിത്തരങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ 6ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യ ഉള്ളത്. ഇന്ത്യൻ സർക്കാർ നിരവധി ഇളവുകൾ പ്രഖ്യാപിച്ചതിന് പുറകെ ഇന്ത്യയിലെ തുണി മില്ലുകളും നെയ്ത്തുകാരും പോളിസ്റ്റർ തുണികളും പോളിസ്റ്റർ ബ്ലെൻഡഡ് കോട്ടൺ തുണികളും വലിയ തോതിൽ പ്രൊഡ്യൂസ് ചെയ്യും. മാൻമെയ്ഡ് ഫൈബേഴ്സ് മുതൽ ഫിനിഷ്ഡ് തുണിത്തരങ്ങൾ വരെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാനുള്ള പദ്ധതികളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി സംസാരിക്കാം. MMF തീമിൽപ്പെടുന്ന ഫിലാടെക്സ് ഇന്ത്യ എന്ന സ്റ്റോക്കാണ് നമ്മുടെ ഇന്നത്തെ മൾട്ടിബാഗർ പിക്ക്. 2700 കോടി രൂപയാണ് ഫിലാടെക്സ് ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപ്.
ഇന്ത്യയിലെ ഏറ്റവും വലിയ പോളിസ്റ്റർ നൂൽ നിർമ്മാതാക്കളിലൊന്നാണ് ഫിലാടെക്സ് ഇന്ത്യ. 1994 ഫിലാടെക്സ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പോളിയസ്റ്റർ, പോളിപ്രൊപ്പലിൻ നൂലുകളും പോളിസ്റ്റർ ചിപ്സുമാണ് ഫിലാടെക്സിന്റെ 2 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികളിലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇനി നമുക്ക് ഫിലാടെക്സ് ഇന്ത്യയുടെ പ്രൊഡക്റ്റുകളെ പറ്റി നോക്കാം. ഫിലാടെക്സിന്റെ ഒന്നാമത്തെ പ്രൊഡക്റ്റ് PET ചിപ്സ് എന്നറിയപ്പെടുന്ന പോളിഎത്തിലീൻ ടെട്രാഫ്തലീൻ ചിപ്സ് ആണ്. തുണികൾ ഉണ്ടാക്കുന്നതിലും നൂലുണ്ടാക്കുന്നതിലും വളരെ ആവശ്യമായ ഒന്നാണ് ഈ PET ചിപ്സ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് പാർഷ്യലി ഓറിയന്റഡ് യാൺ എന്നറിയപ്പെടുന്ന POY ആണ്. യാൺ എന്നാൽ നൂൽ എന്നാണ് അർത്ഥം. PET ചിപ്പുകളിൽ നിന്നാണ് POY മാനുഫാക്ചർ ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ പ്രോഡക്റ്റ് ആണ് ഡ്രോൺ ടെക്സ്ചേർഡ് യാൺ. പാർഷ്യലി ഓറിയന്റഡ് യാണിനെ ടെക്സ്ചറിംഗ് എന്ന പ്രോസസ് വഴിയാണ് ഡ്രോൺ ടെക്സ്ചേർഡ് യാൺ ആക്കി മാറ്റുന്നത്. ഇത് തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നു. നാലാമത്തെ പ്രോഡക്റ്റ് ആണ് ഫുൾ ഡ്രോൺ യാൺ. ഇത് ഉപയോഗിക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നതിനായാണ്. അഞ്ചാമത്തെ പ്രോഡക്റ്റ് ആണ് പോളിപ്രൊപ്പലിൻ നൂൽ. പോളിപ്രൊപ്പലിൻ യാൺ അല്ലെങ്കിൽ പോളിപ്രൊപ്പലിൻ നൂൽ. ഇത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നൂലാണ്. ഇതിനെ നമുക്ക് പാർഷ്യലി ഓറിയന്റഡ് യാൺ ആയും ഫുള്ളി ഡ്രോൺ യാൺ ആയും ഡ്രോൺ ടെക്സ്ചേർഡ് യാൺ ആയും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആറാമത്തെ പ്രോഡക്റ്റ് ആണ് എയർ ടെക്സ്ചേർഡ് യാൺ. കോൾഡ് കംപ്രസ്ഡ് എയർ കടത്തിവിട്ടുണ്ടാക്കുന്ന നൂലാണ് എയർ ടെക്സ്ചേർഡ് യാൺ. ഈ എയർ ടെക്സ്ചേർഡ് യാൺ ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ സീറ്റ് ബെൽറ്റുകൾ, ഫർണിച്ചറുകളുമായി ബന്ധപ്പെട്ട തുണിത്തരങ്ങൾ, ടാർപോളിൻ തുടങ്ങിയ പലവിധ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിനായാണ്. ഏഴാമത്തെ പ്രോഡക്റ്റ് ആണ് നാരോ വോവൺ ഫാബ്രിക്. 12 ഇഞ്ചോ അതിൽ താഴെയോ വീതിയുള്ള ഇലാസ്റ്റിസിറ്റി ഇല്ലാത്ത ഫാബ്രിക് ടേപ്പുകളെയാണ് നാരോ വോവൺ ഫാബ്രിക് എന്ന് പറയുന്നത്. ഫിലാടെക്സിന്റെ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് പകുതി പേർക്കും പകുതി പോലും മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോഡക്റ്റുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടി നോക്കാം. ഈ പ്രോഡക്റ്റുകളുടെ ആപ്ലിക്കേഷൻ നമ്പർ 1 പ്രധാനമായും തുണിത്തരങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നു. ആപ്ലിക്കേഷൻ നമ്പർ 2 സ്ത്രീകളുടെ തുണിത്തരങ്ങളും ഇന്നർ വിയറുകളും ഉണ്ടാക്കുന്നതിന് വേണ്ടി. ആപ്ലിക്കേഷൻ നമ്പർ 3 വീടുകളിലേക്ക് ആവശ്യമായ ടെക്സ്റ്റൈൽസ്, നമ്മുടെ കർട്ടനുകളിലും കസേരകളിലും ഉപയോഗിക്കുന്ന വിരികൾ, പലതരം മാറ്റുകൾ, ബെഡ്ഷീറ്റുകൾ, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ. ആപ്ലിക്കേഷൻ 4 സ്പോർട്സ് വിയേഴ്സ് ആൻഡ് ആക്റ്റീവ് വിയേഴ്സ്. ഈർപ്പത്തെ ശരീരത്തിൽ നിന്നും വലിച്ചെടുക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് പോളിസ്റ്റർ സ്പോർട്സ് വെയറുകളിലും ആക്റ്റീവ് വെയറുകളിലും ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻ 5 ഇൻഡസ്ട്രിയൽ യൂസസ്. 3 പ്രോപ്പർട്ടികൾ ഉള്ളതുകൊണ്ടാണ് പോളിസ്റ്റർ മെറ്റീരിയലുകളെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കുന്നത്. സ്ട്രോങ് ആണ്, കെമിക്കലി റെസിസ്റ്റന്റ് ആണ്, അതായത് കെമിക്കലുകളുമായി റിയാക്ട് ചെയ്യില്ല. 3 അഡാപ്റ്റബിൾ ആണ്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെയും എയർ പ്യൂരിഫയറുകളുടെയും ഫിൽറ്ററുകൾ മുതൽ ഓട്ടോമൊബൈലുകളിലെയും കൺസ്ട്രക്ഷൻ മെറ്റീരിയലുകളിലെയും റീഇൻഫോഴ്സ്മെന്റിന് വേണ്ടിയും പോളിസ്റ്റർ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു. കുറെ നാളുകൾ ഈട് നിൽക്കുന്നത് കൊണ്ട് പോളിസ്റ്റർ മെറ്റീരിയലുകളെ ഫാക്ടറികളിലെ കൺവെയർ ബെൽറ്റുകളിലും പാക്കേജിങ്ങിനും മറ്റും ഉപയോഗിക്കുന്നു. പിന്നെ ഇതിനെ ഒരു ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കാറുണ്ട്. ഇത് കറണ്ടിനെ കടത്തിവിടാത്ത ഒരു സാധനമാണ് ഈ പോളിസ്റ്റർ മെറ്റീരിയൽസ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററുകളിൽ ആവശ്യമായിട്ടുള്ള കോമ്പോണന്റുകളിൽ പോളിസ്റ്റർ മെറ്റീരിയലുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെ റിന്യൂവബിൾ എനർജി കോമ്പോണന്റുകളിൽ ഈ പോളിസ്റ്റർ കോമ്പോണന്റുകൾ ഉപയോഗിക്കുന്നു. പ്രധാനമായും ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനുകളിലും ട്രാൻസ്ഫോർമറുകളിലുമാണ് ഈ പോളിസ്റ്റർ കോമ്പോണന്റുകൾ ഇലക്ട്രിക്കൽ ഇൻസുലേഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത്. ഫിലാടെക്സിന്റെ പ്രോഡക്റ്റുകളുടെ അടുത്ത ആപ്ലിക്കേഷൻ മെഡിക്കൽ ടെക്നോളജി ആൻഡ് ഹെൽത്ത് കെയർ ആണ്. ഫിലാടെക്സിന്റെ പ്രോഡക്റ്റുകളിൽ ഒന്നായ പോളിസ്റ്റർ ഫിലമെന്റ് യാണിന് ഹെൽത്ത് കെയർ സെക്ടറിൽ വലിയ പ്രാധാന്യമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്റ്റിച്ച് ഇടാൻ ഉപയോഗിക്കുന്ന നൂല്, മുറിവുകൾ ഡ്രസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന തുണികൾ, മെഡിക്കൽ ടെക്സ്റ്റൈൽസ്, പിന്നെ ബൈപ്പാസ് സർജറികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാസ്കുലർ ഗ്രാഫ്റ്റുകൾ, പിന്നെ മൈക്രോ ബാക്ടീരിയകളെ വളരാൻ സഹായിക്കാത്തത് കൊണ്ട് സർജിക്കൽ മെഷുകളിലും എല്ലുകൾക്ക് ഫ്രാക്ചർ വന്നാൽ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സപ്പോർട്ടുകളിലും മെഡിക്കൽ ഫിൽറ്ററുകളിലുമെല്ലാം ഈ പോളിസ്റ്റർ കോമ്പണന്റുകൾ ഉപയോഗിക്കാറുണ്ട്. മാൻമെയ്ഡ് ഫൈബേഴ്സ് എന്ന നമ്മുടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി അത്ര നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായില്ലേ? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഈ വീഡിയോ ചെയ്തതിന് മുന്നേയും ഈ വീഡിയോ ചെയ്തതിന് ശേഷവും എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങളുടെ വീക്ഷണവും മാറിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് ഫിലാടെക്സിന്റെ ചാർട്ട് ഒന്ന് നോക്കാം. നിലവിൽ 60 രൂപ 95 പൈസയിലാണ് ഫിലാടെക്സ് ഇന്ത്യ ട്രേഡ് ചെയ്യപ്പെടുന്നത്. വീക്ക്ലി ടൈം ഫ്രെയിമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. 55-52 രൂപ ലെവലുകൾ വരെ ഉറപ്പ് പറയാനാകാത്ത ഒരു കറക്ഷന് ശേഷം ഇവൻ മുകളിലോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റൊരു കാര്യം, ബഡ്ജറ്റിംഗ് അടുത്തു. 45 മില്യൺ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ കേന്ദ്ര സർക്കാർ അങ്ങനെ അങ്ങ് കൈവിടും എന്നെനിക്ക് തോന്നുന്നില്ല.
അങ്ങനെയാണെങ്കിൽ ഇവൻ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ അധികം സമയം എടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്കായി ഒരു ഓൺലൈൻ സെമിനാർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ താല്പര്യമുള്ളവർക്ക് ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 12 വർഷങ്ങൾക്ക് മുകളിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ഈ സെമിനാർ എടുക്കാൻ വേണ്ടി ഞാൻ കണ്ടുവച്ചിട്ടുള്ളത്. നമ്മുടെ ചാനലിന്റെ പ്രേക്ഷകർക്കും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ആദ്യ ബാച്ചിൽ 10 പേരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം കോൺടാക്ട് ചെയ്യുന്ന 10 പേർക്കായിരിക്കും ഈ അവസരം കിട്ടുക. മറ്റുള്ളവരെ അടുത്ത ബാച്ചുകളിലേക്കായി പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത മൾട്ടി ബാഗർ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഹാപ്പി ഇൻവെസ്റ്റ്.